ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഫെബ്രുവരി 19-ന് ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങും. പാകിസ്ഥാനിലാണ് ഇപ്രാവശ്യം നടക്കുന്നത്. ഏകദിന ഫോർമാറ്റിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം എത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജു ഉണ്ടാവുന്നതാണ്. സഞ്ജുവിനെ ഏകദിനത്തിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അവസാനം കളിച്ച ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. എന്നാൽ ഋഷഭ് പന്ത് 4 റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ സഞ്ജുവിനെ പരിഗണന കൊടുത്തിരിക്കുന്നത്. രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. വിരാട് കോഹ്ലിയും സ്ക്വാഡിലുണ്ട്. അതുപോലെ ഓപ്പണർ റോളിൽ പരിഗണിച്ചിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലിനെയാണ്. രോഹിത്തും ഗില്ലുമായിരിക്കും ഇന്ത്യയുടെ ഓപ്പണേഴ്സ്. വിരാട് കോഹ്ലി വൺ ഡൗണിലാണ് കളിക്കാൻ പോകുന്നത്. കീപ്പർമാരായിട്ട് ഋഷഭ് പന്ത്, KL രാഹുൽ. ഓൾറൗണ്ടേഴ്സായിട്ട് ഹാർദിക് പാണ്ഡ്യ, ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ. പേസർമാരായിട്ട് അർഷദീപ് സിംഗ്, ഷമി സിറാജ്, ബുംറ. ഇതാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ സ്ക്വാഡ്. ഇനി ബാക്കപ്പായിട്ട് ജയ്സ്വാൾ, സഞ്ജു, ശ്രേയസ് അയ്യർ ഇവരായിരിക്കും സ്ക്വാഡിലുണ്ടാവുന്നത്. സഞ്ജുവിനെ കളിക്കാൻ അവസരം കിട്ടില്ല. സൈഡ് ബെഞ്ചിലായിരിക്കും സഞ്ജുവിൻ്റെ സ്ഥാനം. T20 വേൾഡ് കപ്പിലും അത് അങ്ങനെ തന്നെയായിരുന്നു. മെയിൻ ICC ട്രോഫിക്ക് സഞ്ജുവിനെ പരിഗണിക്കില്ല. ഋഷഭ് പന്തിനേക്കാൾ മികച്ച റെക്കോർഡ് ഏകദിനത്തിൽ സഞ്ജുവിനുണ്ട്. ലാസ്റ്റ് മാച്ചിൽ സെഞ്ചുറിയും അടിച്ചു, അതും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. എന്നിട്ടും സഞ്ജുവിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. എങ്കിലും സഞ്ജുവിനെ അഭിമാനിക്കാം. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം പിടിക്കാം. ഒരു പക്ഷേ ഇന്ത്യ കപ്പ് നേടിയാൽ എല്ലാ കാലത്തോടും സഞ്ജുവിനെ അത് ഓർമ്മയായിട്ട് കാത്തു സൂക്ഷിക്കാം. കാരണം സഞ്ജു സ്ക്വാഡിൽ ഉണ്ടാവുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെയായിരിക്കും സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. സഞ്ജു ഉണ്ടാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ഒരുവിധം എല്ലാ ടീമുകളും സ്ക്വാഡിനെ സമർപ്പിച്ചു. എന്നാൽ ഇന്ത്യക്ക് മാത്രമാണ് ലേറ്റായിട്ട് സമർപ്പിക്കേണ്ടി വന്നത്. കാരണം സെലക്ടർമാർക്ക് തലവേദന തന്നെയാണ്. എന്തായാലും ഇംഗ്ലണ്ട് T20യിൽ സഞ്ജുവിനെ എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.